മഴക്കാലത്ത് ചെറുകിട കർഷകർക്കായി കുഞ്ഞൻ ഡ്രയറുകൾ ഒരുക്കി ശ്രദ്ധേയമാവുകയാണ് എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റത്തെ ബിടെക് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനം. കേരളത്തിലെ കർഷകർ, പ്രത്യേകിച്ച് ജാതി കർഷകർ അവർക്കിടെ ജാതിപത്രിയും കായും ഒരു ചെറുകിട കർഷകന് അവൻ്റെ വീട്ടിലിരുന്ന് ഒരു 5 കിലോ മുതൽ 7 കിലോ വരെ ജാതിപത്രിയും ജാതിക്കായും അന്നൊന്ന് ഉണക്കി അവർക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ചെറിയ ഡ്രയർ ഞങ്ങളിപ്പോൾ പരിചയപ്പെടുത്തുകയാണ്. അത് കേരളത്തിലെ കർഷകരുടെ ചെറുകിട നാമമാത്ര കർഷകരുടെ ആവശ്യം പ്രമാണിച്ച്, കാരണം ഇതുപോലുള്ള വലിയ കുറച്ച് വില കൂടിയ ഡ്രയറുകൾ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ചെറിയ ഡ്രയർ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഇത് 20,000 രൂപയുടെയും 17,500 രൂപയുടെ 2 മോഡലുകളാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇതിന് ഓട്ടോ സിസ്റ്റം, ഇലക്ട്രോണിക് സിസ്റ്റം ഉള്ളത് 20,000 രൂപയും മാനുവലായിട്ട് കണ്ടക്ട് ചെയ്യുന്നതിന് ഞങ്ങൾ 17,500 രൂപയ്ക്കും മാർക്കറ്റിൽ ഇറക്കിയിരിക്കുകയാണ്. പെയ്തൊഴിയാത്ത മഴയിൽ ജാതിക്കയും ജാതിപത്രിയും ഉണക്കിയെടുക്കുവാൻ കർഷകരും വ്യാപാരികളും ബുദ്ധിമുട്ടുമ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കുഞ്ഞൻ ഡ്രയറുകൾ എന്ന ആശയം ഏറെ പ്രസക്തമാവുന്നു. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി നടന്നുകൊണ്ടിരിക്കുന്ന ജാതി പത്രികയുടെയും ജാതിക്കായുടെയും സീസണാണ്. അപ്പോൾ ഈ സീസണിൽ ഏറ്റവും വലിയ കർഷകർക്കുള്ള ബുദ്ധിമുട്ട് അവരുടെ ആ ഉൽപ്പന്നങ്ങൾ വേണ്ട രീതിയിൽ ഉണക്കി മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അവർക്ക് അതുകൊണ്ട് തന്നെ ന്യായമായ വില ലഭിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഡ്രയർ പരിചയപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ നാമമാത്ര ചെറുകിട കർഷകർക്ക് വേണ്ടി അവരുടെ ജാതി പത്രികയും ജാതിക്കായും ഉണക്കി മാർക്കറ്റിൽ നല്ല വില ലഭിക്കുന്ന രീതിയിൽ നല്ല ഗുണമേന്മയോടുകൂടി കളറ് പോകാതെ ആ ജാതി പത്രികയൊക്കെ ഗുണമേന്മയോട് കൊടുക്കുവാൻ വേണ്ടി ചെറിയ ഒരു ഡ്രയർ ഇപ്പോൾ ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കർഷകർക്ക് അത് വളരെ വിലക്കുറവിൽ ഒരു 17,500 രൂപയിൽ അവർക്കൊരു ഡ്രയർ വീട്ടിൽ വച്ച് വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കും. വളരെ കുറഞ്ഞ വൈദ്യുതി ചിലവേ അതിനുള്ളൂ. 4 മണിക്കൂർ വർക്ക് ചെയ്താൽ 1 യൂണിറ്റ് വൈദ്യുതി ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ ഏതാണ്ട് 2.5-3 മണിക്കൂർ കൊണ്ട് ജാതി പത്രിക ഉണക്കി അവർക്ക് എടുക്കാൻ പറ്റും. ജാതി കായ ഉണങ്ങുന്നത് പെട്ടെന്ന് ചൂടാക്കിയെടുത്താൽ കായ് പൊട്ടിപ്പോവും. അപ്പോൾ കായ് സ്ലോലി ചൂടാവണം. ആദ്യം നമ്മൾ ചൂട് കുറച്ച് കായ എടുക്കുക, കുറച്ച് സമയം അതിനകത്ത് ഡ്രയറിൽ കിടന്നിട്ട് വീണ്ടും പതുക്കെ ചൂട് കൂട്ടി, അങ്ങനെ 5-8-10 മണിക്കൂർ കൊണ്ടാണ് കായ ഉണക്കി മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ കായൻ്റെ ഗുണമേന്മ ഉറപ്പ് വരുത്തിക്കൊണ്ട് നല്ല കായ കൊടുക്കാൻ സാധിക്കും. പത്രികയാണെങ്കിൽ അത് കളറോടുകൂടി ഇന്നിപ്പോൾ എടുക്കുന്ന പത്രിക നാളെ അവർക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ന്യായമായ വിലയും ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചെറിയ ഡ്രയർ വീട്ടിൽ വെച്ച് ഉപയോഗിക്കാൻ സിംഗിൾ ഫേസിൽ അത് ഞങ്ങൾ 300 വാട്ട്സിലാണ് അതിൻ്റെ കോയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. നമ്മളെ ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. 45 ഡിഗ്രി മുതൽ 55 ഡിഗ്രി ചൂട് മതി ജാതി പത്രിക ഉണങ്ങാനായിട്ടും കായ ഉണങ്ങാനായിട്ടും. നമ്മൾ ആ ചൂടിൽ ഏതാണ്ട് 4 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴേ ഒരു യൂണിറ്റ് വൈദ്യുതി ആവുന്നുള്ളൂ. വളരെ കുറഞ്ഞ വൈദ്യുതി ചിലവിൽ ഇവർക്കിത് ആ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നു. അതാണ് ഞങ്ങളിപ്പോൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ജാതിക്ക ഉണക്കാനുള്ള ഡ്രയർ. നമ്മൾ ഇതിനകത്ത് ഡീഹൈഡ്രേഷൻ രീതിയിലാണ് ഉണങ്ങുന്നത്. ഇതിൻ്റെ കളറോ അതിൻ്റെ രുചിയോ ഒന്നും നഷ്ടപ്പെടാതെ ഉണക്കിയെടുക്കുന്ന രീതിയാണ്. അപ്പോൾ വെയിലത്തിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് മാറും. അപ്പോൾ ജാതിപത്രിക ആയാലും അതിൻ്റെ കളറ് മാറും. എല്ലാ പഴങ്ങളും പച്ചക്കറികളും അതിൻ്റെ തനിമയോടുകൂടി ഉണക്കിയെടുക്കുന്ന ഒരു ഡ്രയറാണ് ഇൻഫ്ര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം 304 സ്റ്റീല്, ഫുഡ് ഗ്രേഡ് സ്റ്റീൽ ഉപയോഗിച്ചാണ് ഞങ്ങളിതിൻ്റെ ഇൻസൈഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്. കാരണം ഇത് പഴങ്ങളും പച്ചക്കറികളും ജാതിക്കയായാലും അതുകൊണ്ട് തുരുമ്പെടുക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടി വളരെ ഗുണനിലവാരത്തോടു കൂടി, ഏറ്റവും മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും ഫീഡ്ബാക്ക് കിട്ടുന്നത് മാർക്കറ്റിൽ ഏറ്റവും ഗുണമേന്മയുള്ള ഒരു ഡ്രയർ വാങ്ങിക്കണമെങ്കിൽ അത് ഇൻഫ്രയിൽ പോകണം എന്ന ആളുകൾ പറഞ്ഞു തുടങ്ങി. അപ്പോൾ കർഷകരുടെയും മറ്റ് ഉപഭോക്താക്കളുടെയും വിശ്വാസത ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ഡ്രയറുകൾ വിവിധ മോഡലുകൾ, ഏതാണ്ട് 20ഓളം മോഡലുകൾ ഞങ്ങൾക്ക് ഡ്രയർ മോഡലുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ചക്കയും കപ്പയും അതുപോലെ പൈനാപ്പിളും ഏത്തപ്പഴവും ഒക്കെ ഉണക്കുന്ന ഡ്രയറുകൾ ധാരാളമായി ഞങ്ങൾ മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടുണ്ട്.
എല്ലാ ഉപഭോക്താക്കളും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. വീണ്ടും വീണ്ടും ധാരാളം ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എല്ലാ കർഷകർക്കും എനിക്ക് ബുക്ക് ചെയ്ത എല്ലാ കർഷകർക്കും ഈ മാസം കൊടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് പ്രൊഡക്ഷൻ ആയിട്ടില്ല. അടുത്ത വരും വർഷങ്ങളിൽ കൂടുതൽ പ്രൊഡക്ഷൻ എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാളികേരം ഉണക്കുന്ന ഡ്രയറുകൾ ഇന്ന് കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും തമിഴ്നാട്ടിലും ഞങ്ങളുടെ ഡ്രയറുകൾ എത്തിക്കഴിഞ്ഞു. 3500 നാളികേരം വരെ വൈദ്യുതിയിൽ കൊണ്ട് പ്രവർത്തിക്കുന്ന ഡ്രയറിൽ ഞങ്ങൾ ഉണക്കിയെടുക്കാവുന്ന ഡ്രയറുകൾ മാർക്കറ്റിലേക്ക് ഇറക്കി. അതുപോലെ തന്നെ ഏലക്ക ഉണക്കുന്ന കളർ പോകാതെ ഏലക്ക ഉണക്കിയെടുക്കാവുന്ന 1000 കിലോ വരെ ഉണക്കാവുന്ന ഡ്രയറുകൾ ഞങ്ങളിപ്പോൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുതുതായി ഞങ്ങൾ ഇറക്കാൻ പോകുന്നത് മത്സ്യം വലിയ രീതിയിൽ ഉണക്കി ഹൈജനിക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഡ്രയർ. അതാണ് ഞങ്ങളിപ്പോൾ രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മാസം തന്നെ അതിൻ്റെ പുതിയ ഡ്രയർ നമ്മൾ മീനുണങ്ങാനായിട്ടുള്ള ഡ്രയർ മാർക്കറ്റിൽ ഇറക്കും. ഇപ്പോൾ കിട്ടുന്ന ഡ്രയറുകളിൽ നിന്ന് ആളുകൾ പറയുന്ന കംപ്ലൈൻറ്റ് മീൻ കൃത്യമായി ഉണങ്ങുന്ന എല്ലാ മേഖലയും എല്ലാ ട്രെയിലും ഇട്ടാൽ കൃത്യമായി ഉണക്കി കിട്ടുന്നില്ല. അതിന് പരിഹരിച്ചുകൊണ്ട് എല്ലാ ട്രെയിലും ഒരേപോലെ ഉണങ്ങുന്ന രീതിയിലുള്ള ഒരു ഡ്രയറാണ് ഞങ്ങളിപ്പോൾ മീൻ ഉണക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത് ഈ മാസം അവസാനം ഞങ്ങളത് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഇൻഫ്രാ ഡ്രയേഴ്സ് എന്ന ഗുണമേന്മയേറിയ ഡ്രയറുകൾ കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഭാരതത്തിലെമ്പാടും വിപുലമായ സാന്നിധ്യമറിയിച്ചിട്ടുള്ള ഈ ഡ്രയറുകൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം കർഷകർക്കുണ്ടാകുന്ന നഷ്ടം നികത്തുന്നു. അതോടൊപ്പം അവർക്ക് സുസ്ഥിരമായ വരുമാന മാർഗവും ഒരുക്കുന്നു. ജാതിക്ക, ഏലം, നാളികേരം തുടങ്ങിയ ഏത് കാർഷികോൽപ്പന്നങ്ങളെയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉണക്കി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുമ്പോഴാണ് കർഷകർക്ക് അവരുടെ വിയർപ്പിൻ്റെ ഫലം കിട്ടുന്നത്. അതിനായി എന്നും അവരോടൊപ്പം ബിടെക് ഇൻഡസ്ട്രീസ് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു.